പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 13 അധ്യായം 20 വാക്യം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, നമ്മുടെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം അത്രേ. നഷ്ടപ്പെട്ടതിനെ, സ്ഥാനഭ്രംശം പറ്റിയതിനെ അവൻ യഥാസ്ഥാനപ്പെടുത്തും. ജീവിതത്തിൽ മനുഷ്യർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനെ തിരിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഇതാ 1 പത്രോസ് 5 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, സർവകൃപാലുവായ ദൈവം തൻ്റെ നിത്യ തേജസ്സിനായിട്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. നിത്യ തേജസ്സിനു വേണ്ടി യഥാസ്ഥാനപ്പെടുത്തും. നന്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തും. മാനവജാതിക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിന് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നാം വ്യാകുലപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമത്രേ. എന്താ നഷ്ടപ്പെട്ടത്? ഇതാ വേദപുസ്തകം പറയുന്നു, പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. ഒരു വ്യത്യാസവുമില്ല. നാം എല്ലാവരും പാപം ചെയ്ത് എല്ലാവർക്കും ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. നഷ്ടപ്പെട്ട തേജസ്സിനെ തിരിച്ചു തരാൻ അവൻ തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മെ മഹത്വവും തേജസ്സും അണിയിച്ചു. എന്നാൽ ദൈവ തേജസ് നാം ധരിക്കുവാൻ, ദൈവ തേജസ് സ്വീകരിക്കുവാൻ, നമ്മിലേക്ക് അത് കവിഞ്ഞൊഴുകുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ ഒരുക്കമില്ലായ്മയത്രേ. എബ്രായ ലേഖനം 13 അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് വേദപുസ്തകം തരുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബ്രദർലി ലവ്, സഹോദര പ്രീതി. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ സഹോദരന്മാരെ കെയർ ചെയ്യാൻ, അവരെ സ്നേഹിപ്പാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, തേജസ് വരുവാൻ, നന്മ വരുവാൻ, ദൈവത്തിൻ്റെ വിളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ യഥാസ്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്നേഹമില്ലായ്മയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് തന്നെ ഒന്ന് പണിയാം. ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ സഹോദര പ്രീതിയിൽ നമുക്ക് ഉറ്റിരിക്കാം. അതിഥി സൽക്കാരം മറക്കാതെ ഇരിക്കാം. അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ദൈവം അവനെ അലങ്കരിച്ചു. ഇതാ രണ്ടാമതായി പറയുന്നു, നിങ്ങളുടെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ. നിങ്ങളുടെ വിശുദ്ധ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ, വിശുദ്ധി ഉള്ളിടത്താണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത്. വിശുദ്ധി കുറഞ്ഞു പോയാൽ ഒരുപക്ഷെ ദൈവപ്രവർത്തിക്ക് അത് നിശ്ചയമായ ഒരു തടസ്സമായി വന്നേക്കാം. ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നവരായിത്തീരാം. വചനത്താൽ ശുദ്ധീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരിക്കപ്പെട്ടവരായി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇതാ മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, കർത്താവ് എനിക്ക് തുണ, അതുകൊണ്ട് മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? നാം ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകിലല്ല, നമുക്ക് സകലതും ധാരാളമായി തരുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തെക്കാട്ടിലും വലുത് ക്രിസ്തുവിനോടുള്ള ഹല്ലേലൂയ അവൻ്റെ സ്നേഹം വലുതാകും. ക്രിസ്തുവിനാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇതാ നാലാമതായി വേദപുസ്തകം പറയുന്നു, ദൈവത്തെയും ദൈവവചനത്താൽ നമ്മെ നടത്തിയവരെയും നാം മറക്കരുത്. അവർ നമ്മെ കൊണ്ടുവന്ന വഴികളെ നാം മറക്കരുത്. അവരെ നാം ബഹുമാനിക്കുമ്പോൾ നാം കർത്താവിനെയാണ് ബഹുമാനിക്കുന്നത്. കർത്താവ് നമുക്ക് ജീവിതത്തിൽ തന്ന സാഹചര്യങ്ങളിൽ നാം ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ എബ്രായ ലേഖനം 13 അധ്യായം 17 വാക്യത്തിൽ നാം ഇത് വായിക്കുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ
നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ ഉള്ളിലെ ആ സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരത്തിൽ നാം ഉറ്റിരിക്കണം. ഒരു ദൈവസഭയിൽ നാം പരസ്പരം കരുതുന്നവരായി, സ്നേഹിക്കുന്നവരായി, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരായി നാം തീരുമ്പോൾ, നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുമ്പോൾ നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. നാം എങ്ങനെ ദൈവസഭയിൽ നടക്കണമെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം എങ്ങനെ നടക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും ഹല്ലേലൂയ തൻ്റെ ഇടയ ലേഖനങ്ങളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ അതിന് തക്കവണ്ണം നമുക്ക് ക്രമീകരിക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തുമാറാകട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.